നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മണ്ഡല വ്രതത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. മണ്ഡലവ്രതം എന്ന് പറയുമ്പോൾ 41 ദിവസം വ്രതമെടുക്കുന്നവരുണ്ട്, 48 ദിവസം വരെ വ്രതമെടുക്കുന്നവരുണ്ട്. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ധനുമാസം 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡല വ്രതം 2024 നവംബർ 16-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ വ്രതം എടുക്കുന്നതിന് മുമ്പ് ഓരോ ഭക്തരും, ഓരോ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികൾ ശരിക്കും എല്ലാവരും എല്ലാ വീടുകളിലും, അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ശബരിമല ധർമ്മശാസ്താവിനെ ദർശനം, അയ്യപ്പസ്വാമിയെ ദർശനം നടത്താൻ പോകുന്നതായിട്ട് നമുക്കറിയാം. അപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുക്കൾ പോകുന്നുണ്ടാവും. അപ്പോൾ ഈ മണ്ഡലവ്രതം എടുക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്നവർ മാത്രമല്ല, കഴിയുന്നവരെല്ലാം അല്പമെങ്കിലും ദൈവവിശ്വാസമുള്ളവർ, അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ വ്രതം ആചരിക്കും. അത് വ്രതം ആചരിക്കുന്നത് പ്രത്യേകിച്ചും തലേ ദിവസം മുതൽ 15-ാം തീയതി തന്നെ, അതായത് തുലാമാസം 30-ന് തന്നെ ഫ്രിഡ്ജ് മുതൽ വൃത്തിയാക്കും. കറഞ്ഞോ അറിയാതെയൊക്കെ മുട്ടയോ അല്ലെങ്കിൽ മറ്റ് മത്സ്യമോ മാംസമോ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, വാങ്ങിച്ച് ഫ്രിഡ്ജിലൊക്കെ തന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഫ്രിഡ്ജ് മുതൽ തുടച്ച് വൃത്തിയാക്കി, വീടും പരിസരവും എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി, ഫോട്ടോകളും മറ്റ് എല്ലാം ഭംഗിയായിട്ട് 15-ാം തീയതി പൗർണമി ആയതുകൊണ്ട് എല്ലാവരും തുടച്ചൊക്കെ വൃത്തിയാക്കി 15-ാം തീയതി കഴിയുന്നവരും പൗർണമി വ്രതം എടുത്തിട്ടുണ്ടാവാം. എന്തായാലും എല്ലാം വീടും പരിസരവും ഒക്കെ ശുദ്ധീകരിച്ച് 41 ദിവസം ശാരീരികവും മാനസികവുമായി എല്ലാവരും ഒരു ദൈവീകമായ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മളിലുള്ള ദൈവീക ശക്തിയെ നമ്മൾ തന്നെ തിരിച്ചറിയുന്നു. തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം. എന്താണ്? ഇത് നീയാകുന്നു. അപ്പം ഞാൻ എന്നിലുള്ള ദൈവീക ശക്തിയെ ഉണർത്തുന്ന, എന്നിലുള്ള ആന്തരികമായ ആ ദൈവ ഈശ്വര വിശ്വാസത്തെ, എന്നിലുള്ള ഈശ്വരനെ ഉണർത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പം 41 ദിവസവും വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്ത് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച്, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ചാൽ അത്രയും നല്ലതാണ്. കുളിച്ച് ഉമ്മറപ്പടിയൊക്കെ നന്നായിട്ട് തൂത്തു തുടച്ച് നല്ല വൃത്തിയാക്കി, ഉമ്മറപ്പടി സാധാരണ തുടയ്ക്കുകയാണ്, ചൂല് കൊണ്ട് ഉമ്മറപ്പടി അടിക്കുക പോലുമില്ല. അപ്പം തുടച്ച് എല്ലാം വൃത്തിയാക്കി, ചാണകം വെള്ളം ഉള്ളവരാണെങ്കിൽ തലേ ദിവസം ചാണകം വെള്ളം കൊണ്ട് തന്നെയൊക്കെ എല്ലായിടും തളിച്ച് ശുദ്ധം ചെയ്യും. അമ്പലത്തിൽ നിന്ന് പുണ്യാഹം മേടിച്ചു കൊണ്ടുവന്ന് തളിക്കും. പിന്നെ നാൽപ്പാമര വെള്ളം തളിച്ച് എല്ലായിടും വീടും പരിസരവും ഒക്കെ ശുദ്ധി ചെയ്യും. പനിനീര് തളിച്ച് ശുദ്ധി ചെയ്യും. പച്ചക്കർപ്പൂരം വെൺകടുവും ഒക്കെ തളിച്ച് എല്ലാ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി വീട് ഏറ്റവും ശുദ്ധമായി വച്ചതിന് ശേഷം ആണ് പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച്, കുളി കഴിഞ്ഞ് ശരണം വിളിയോടുകൂടിയാണ്. അപ്പോൾ അയ്യപ്പന്മാര്, അതായത് അയ്യപ്പന്മാര് അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മമാര് എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് മാലയിടുന്ന, അതായത് ഭഗവാന്റെ മുദ്ര, അയ്യപ്പസ്വാമിയുടെ മുദ്ര പതിച്ച മാല ധരിക്കുന്ന ഏതൊരാളെയും, ശബരിമല ദർശനത്തിന് തയ്യാറാകുന്നവർ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഞാൻ നാളെ മാല ഇടുകയാണെന്ന് പറയുമ്പോൾ ഇന്നു മുതലേ തന്നെ അതിനുള്ള ശാരീരികമായ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തി, മാനസികവും ശാരീരികമായൊക്കെ തയ്യാറെടുപ്പ് നടത്തി രാവിലെ തന്നെ കുളിച്ച്, ശനിയാഴ്ചകളിലും ബുധനാഴ്ചകളിലുമാണ് ശബരിമലയ്ക്ക് മാല ഇടുന്നവർ മാല ധരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ മുദ്ര പതിയ, അതിനുള്ള ഇവിടെ ഹൃദയത്തിൽ വക്ഷസിലേക്ക് ഭഗവാന്റെ മുദ്ര പതിക്കുന്ന അതുണ്ട്. അപ്പം ചിലരൊക്കെ മാലയിൽ പിന്നെ മണി കെട്ടുന്നുണ്ട്, ഇങ്ങനെ രുദ്രാക്ഷം കെട്ടുന്നവരുണ്ട്, മണി കെട്ടുന്നവരുണ്ട്. എന്തായാലും ശബരിമലയുടെ മാല പൂജിച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന്, കഴിയുന്നത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങൾ, അയ്യപ്പസ്വാമി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ച് ആ മുദ്ര അണിയും ശബരിമലയ്ക്ക് പോകുന്നവർ. അങ്ങനെ മുദ്ര അണിഞ്ഞ പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ
നമ്മൾ എന്ത് പറയും? അയ്യപ്പന്മാരെന്നാണ് വിളിക്കുക, സ്വാമിമാരെന്നാണ് വിളിക്കുക. അതുപോലെ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ, കൊച്ചു കുട്ടികളാണെങ്കിലും ശരി, അവരെയൊക്കെ മാളികപ്പുറം എന്നാണ് വിളിക്കുക. അപ്പോൾ മാളികപ്പുറവും അയ്യപ്പസ്വാമിയുമായിട്ട് സങ്കല്പിക്കണം. അത്ര പവിത്രമായ, അതായത് നമ്മളിലുള്ള ഈശ്വരനെ ഉണർത്താൻ അവിടെ വലിയ ഒരു വ്രതം എടുത്ത് 6 മലകൾ ചവിട്ടി ഭഗവാന്റെ സന്നിധിയിലെത്തി 18-ാം പടി കയറി ആദ്യത്തെ പ്രാവശ്യം പോകുന്നവർ 1-ാമത്തെ പടിയിൽ നാളികേരം ഉടയ്ക്കും, 2-ാമത്തെ പ്രാവശ്യം പോകുന്നവർ 2-ാമത് ഉടയ്ക്കും. അങ്ങനെയാണ് മണ്ഡല വ്രതം എടുത്തു പോകുന്നവർ, 41 ദിവസത്തെ വ്രതം എടുത്തു പോകുന്നവരൊക്കെയാണ് അങ്ങനെ കൃത്യമായിട്ട് അതൊക്കെ ചെയ്ത് ശരിക്കും അതിൻ്റെ ചടങ്ങുകൾ തന്നെ ഒരുപാടുണ്ട്. അഴുതയിൽ അങ്ങനെ കല്ലിടാൻ കുന്നിൽ കല്ലിട്ട് അഴുതയിൽ ഇത് ശരം കുത്തിയാൽ അവിടെ ശരം കുത്തി പോയി അവിടെ അങ്ങനെ അത് ചടങ്ങുകളായിട്ട് പോകണം. ശബരിമല ദർശനത്തെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ വിശദമായി പോകുന്നില്ല. എന്തായാലും ശബരിമലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്ന അയ്യപ്പന്മാരെ അവർ മധുര അണിഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വസ്ത്രമോ കാവ്യ വസ്ത്രമോ നീല വസ്ത്രമോ ധരിച്ചു കഴിഞ്ഞാൽ അവരെ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ അയ്യപ്പന്മാരെന്ന് വിളിക്കും. സ്ത്രീകളാണെങ്കിൽ അവരെ മാളികപ്പുറം എന്ന് പറഞ്ഞും വിളിക്കും. അങ്ങനെ ഉള്ളപ്പോൾ ഈ മാളികപ്പുറവും അയ്യപ്പന്മാരും ഒക്കെ ഉള്ള വീടുകളിൽ അവർ കുളിക്കാൻ പോകുമ്പോൾ, പുലർച്ചെ കുളിക്കാൻ തുടങ്ങുമ്പോൾ അവരാണെങ്കിൽ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുക. കാരണം പച്ച വെള്ളത്തിൽ കുളിച്ച്, കാരണം അവനവനിലുള്ള ഈശ്വരനെ ഉണർത്തുകയല്ലേ. അപ്പൊ പ്രകൃതിയോടടുത്തുകൊണ്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ച് ശരണം വിളിയോടെയാണ് സ്വാമിയേ ശരണമയ്യപ്പോ ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ എന്നുള്ള ശരണം വിളിയോടെ ആ വെള്ളത്തിൽ മുങ്ങി കുളിക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കുളിക്കുക. നല്ല പച്ചവെള്ളത്തിൽ കുളിച്ച് നല്ല ഭസ്മമൊക്കെ കുറി വരച്ച് മുണ്ടൊക്കെ മാറ്റി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വരുമ്പോഴേക്കും വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നവർ മിനിമം ഇപ്പം സ്വാമിമാർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവരെങ്കിലും കുളിച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. അവരും കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സസ്യാഹാരം മാത്രം, അതും അധികം മാംസമല്ലാത്ത സസ്യാഹാരമൊക്കെ പാചകം ചെയ്യും. രാവിലെയും വൈകിട്ടും പലരും ലഘുഭക്ഷണമാണ് കഴിക്കുക. ഉച്ചയ്ക്കൊരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ വയറ് നിറച്ച് ഭക്ഷണം, മറ്റ് 2 സമയത്തും ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ലഹരിയും പാനീയങ്ങളും ഒക്കെ ഒഴിവാക്കി ആവശ്യത്തിന് വെള്ളം, ചായ വളരെ കുറച്ച് മാത്രം കഴിച്ച് വ്രതം എടുത്താണ് അയ്യപ്പന്മാർ. വീടുകളിലുള്ളവർ, മറ്റേ എല്ലാ വീട്ടിലുള്ള അംഗങ്ങളും കഴിയുന്നവർ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർ കുട്ടികളെ കൊണ്ടുപോലും രാവിലെ കുളിച്ച് കുറിയൊക്കെ വരച്ച് ശരണമൊക്കെ വിളിച്ച് പ്രാർത്ഥന ചെയ്തിട്ട് അന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഒരു പുതിയ യുഗത്തിൽ അല്ലെങ്കിൽ പുതിയ ഒരു കാലഘട്ടത്തിൽ, ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തി ആവശ്യമാണ്. കലിയുഗ വരദായകനാണ്. കലിയുഗത്തിൽ വരം തരാൻ കാത്തിരിക്കുന്ന ആ വരദായകനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അത് ശബരിമലയിൽ പോയാൽ മാത്രമല്ല, മണ്ഡലക്കാലത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യപ്പസ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ ഉണ്ടാവും, പ്രത്യേക പൂജകൾ ഉണ്ടാകും. എള്ള് പായസം, എള്ള് നിവേദ്യം, അതുപോലെ തന്നെ എള്ളുതിരി കത്തിക്കൽ, നെയ്വിളക്ക്, എത്ര വിശേഷങ്ങളാണ്. ശാസ്താംപാട്ട്, അഖണ്ഡ നാമജപം, ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും അഖണ്ഡ നാമജപം ഉണ്ടാവും. വീടുകളിൽ തന്നെ കെട്ട് നിറയ്ക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുന്നിടത്താണെങ്കിൽ ശാസ്താംപാട്ട് നടത്തിയിട്ട്, അയ്യപ്പൻ വിളക്ക് നടത്തിയിട്ട്, അയ്യപ്പൻ പാട്ടൊക്കെ നടത്തിയിട്ട് പോകുന്നതുകൊണ്ട് അപ്പം ഇതിലൊക്കെ ഒരാളല്ല, പരിസരത്തുള്ള എല്ലാവരും, ബന്ധുക്കളെല്ലാവരും വന്ന് ചേർന്ന് അവിടെ ശരണം വിളിയോടെ പ്രാർത്ഥനയോടെ ചെയ്യും. അഖണ്ഡനാമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനും പുലർച്ചെ മുതൽ ഉദയം മുതൽ അസ്തമനം വരെ, അതിൻ്റെ കൂടെ ഉടുക്കോട്ടുപാട്ടും കൂടി ശാസ്താംപാട്ടും കൂടി ഉണ്ടെങ്കിൽ അയ്യപ്പൻ്റെ ജനനമൊക്കെ വർണ്ണിച്ച് വളരെ വിശദമായിട്ടുള്ള ശാസ്താംപാട്ടുമുണ്ട്. അപ്പം ഇതൊക്കെ ഭയങ്കര ഭക്തി സാന്ദ്രമാണ്. 41 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും കലിയുഗ വരദായനായ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും അയ്യപ്പസ്വാമിയുടെ കീർത്തനങ്ങൾ ആരംഭിക്കുകയും അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക, ശാസ്താ ഗായത്രിയൊക്കെ ജപിക്കുക
വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യമാണ്. ഈ അയ്യപ്പൻ പാട്ട്, ഈ ചവിട് വെച്ചിട്ട് അയ്യപ്പൻ പാട്ട് നടത്തുന്ന, അതുപോലെ ഈ അഖണ്ഡനാമത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്നുള്ള നാമം ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കും, മറ്റുള്ളവരത് ഏറ്റു ചൊല്ലും. ചുവട് വെച്ച അയ്യപ്പന്മാരെല്ലാം ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ട് അതൊരു മുടങ്ങാതെ ഒരാൾ ഇങ്ങനെ ചൊല്ലും, അടുത്തയാൾ ഇങ്ങനെ അടുത്തുള്ളവരിങ്ങനെ ഏറ്റു ചൊല്ലിക്കൊണ്ട് ഒരു ദിവസം മുഴുവൻ നടക്കുന്ന അഖണ്ഡനാമ ജപമുണ്ട്, മുറജപമുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടുകളാണ്, പൂജകളാണ്, പ്രാർത്ഥനകളാണ്. ഇത് വീടുകളിലും നടത്താറുണ്ട്. പിന്നെ ദേശവിളക്കായിട്ട് മണ്ഡലവിളക്ക് നടത്താറുണ്ട്. ഓരോ സ്ഥലത്തെ പ്രാദേശികമായിട്ട് മണ്ഡലവിളക്ക് നടത്തുന്നവരുണ്ട്. ഇതെല്ലാം ഈ മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു വീട്ടിൽ ശാസ്താംപാട്ട് നടക്കണമെങ്കിൽ ആ വീട്ടിലുള്ള ബന്ധുക്കളും ജനങ്ങളും പരിസരത്തുള്ളവരും എല്ലാവരും പോകും. അപ്പം ഞാനും എൻ്റെ അടുത്ത വീട്ടിൽ ഇന്ന് അയ്യപ്പൻ പാട്ട് നടക്കണം, അപ്പം അതിന് ഞാനും തയ്യാറാവുകയാണ്. അപ്പം ഞാനും അതിനുള്ള വ്രതത്തിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ കലിയുഗത്തിൽ വരം തരാൻ കാത്തിരിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന, ശനിദോഷം അനുഭവിക്കുന്ന, കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അതുപോലെ തന്നെ അഷ്ടമശനിയൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം ഇപ്പോഴത്തെ ഒരു രാശിപ്രകാരമാണെങ്കിൽ മകരൻ രാശിക്കാർക്ക് ഏഴരശനിയാണ്, കുംഭൻ രാശിക്കാർക്ക് ജന്മശനിയാണ്, മീനൻ രാശിക്കാർക്ക് ഏഴരശനിയുടെ ആദ്യപാദത്തിലാണ്, ഇടവൻ രാശിക്കാർക്ക് 10ലെ ശനി കണ്ടകശനിയായിട്ടാണ്, പിന്നെ കർക്കിടകൻ രാശിക്കാർക്ക് അഷ്ടമശനിയാണ്, ചിങ്ങൻ രാശിക്കാർക്ക് കണ്ടകശനിയാണ്, പിന്നെ വൃശ്ചിക രാശിക്കാർക്ക് 4ാമത്തെ ശനി വന്നിട്ട് കണ്ടകശനിയാണ്. അപ്പൊ ഈ ശനി ഈ ഇത്രയും നക്ഷത്രക്കാർക്ക്, അപ്പം മകരം, കുംഭം, മീനം, ഇടവം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ഈ ഇത്രയും രാശിയിലുള്ളവർക്ക് അവർ നിർബന്ധമായും ഈ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവരുടെ ശനിദോഷത്തിന് പൂർണ്ണമായ ഒരു വിരാമം വരും. കാരണം എന്തൊക്കെ കഷ്ടങ്ങളുണ്ടെങ്കിലും അയ്യപ്പസ്വാമി ഒന്ന് അനുഗ്രഹിച്ചാൽ എല്ലാ ശനിദോഷങ്ങളും ഇല്ലാതാവും. ശനിയാഴ്ച നെയ്വിളക്ക് കത്തിക്കുന്നവരുണ്ട്, നീരാഞ്ജനം തെളിക്കുന്നവരുണ്ട്, എള്ള് പായസം വയ്ക്കുന്നുണ്ട്, എള്ള് ഒഴിഞ്ഞ് സമർപ്പിക്കുന്നവരുണ്ട്. അപ്പം അവരൊക്കെ ഈ മണ്ഡലകാലം ഏറ്റവും ഭക്തി നിർഭരമായി ആഘോഷിക്കുമ്പോൾ എല്ലാ ശനിദോഷങ്ങളും മാറും. ഇനി 27 നക്ഷത്രക്കാരിൽ ശനിദശയിൽ ജനിച്ചവരുണ്ട്. പൂയവും അനിഴവും ഉത്രട്ടാതി നക്ഷത്രക്കാര് ശനിദശയിൽ ജനിച്ചവരാണ്. അവരുടെ ദശാനാഥൻ ശനിയാണ്. അപ്പം അവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടിയാൽ വളരെ നല്ലതാണ്. പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 19 വർഷം ശനിദശയുണ്ട്. അതിൽ ആദ്യത്തെ 3 വർഷം ശനിയുടെ സ്വാപഹാര അല്പം ടെൻഷൻ. അപ്പം ശനിദശയിലുള്ളവരുണ്ട്. അപ്പോൾ മറ്റ് ദശാകാലങ്ങളിൽ ശനിയുടെ അപഹാരത്തിലുള്ളവരുണ്ട്. അപ്പം അങ്ങനെ എങ്ങനെ നോക്കിയാലും 27 നക്ഷത്രക്കാർക്കും പിഞ്ചു കുട്ടികൾ മുതൽ അപാലവൃദ്ധം ജനങ്ങളും ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിയും ഈ മണ്ഡലവ്രതം എടുക്കുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ദോഷങ്ങളുടെ അളവ് കുറഞ്ഞ് നന്മകൾ അനുഭവിക്കാൻ സാധിക്കും. രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനം. പരീക്ഷ എഴുതാൻ തയ്യാറാവുന്നവർക്ക് പരീക്ഷകളിൽ വിജയം. എല്ലാവിധ ടെൻഷനും എല്ലാവിധ മാനസിക പ്രശ്നങ്ങളും എല്ലാം മാറ്റുന്നതിന് കലിയുഗ വരദായകനായ ധർമ്മശാസ്താവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ ഈ മണ്ഡലവ്രതം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നമ്പല വാസനേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ മാതാവേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ.